ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഋതു പിണങ്ങി മാറിയ തക്കതിന് ആ ദീപക് നിന്റെ ഓഫീസിന്റെ ഇൻചാർജ് ഏറ്റെടുത്തു. അതെങ്ങനെ? പറയാം. നീ മകളെ പോലെ ലാളിച്ചു വളർത്തിയവൾ നിന്നെ ആട്ടിവിട്ട് അവളുടെ പാട്ടിന് പോയി. നിന്റെ രക്തബന്ധം ഉള്ളവൻ അന്നും ഇന്നും നിന്റെ കൂടെ തന്നെയുണ്ട്. 2026 ആദ്യത്തെ ചമ്മലായിപ്പോയി. കഷ്ടമായി പോയല്ലോ. സോറി എടാ. സോറി മോളെ. പാവം ചേച്ചി ആകെ ചമ്മിപ്പോയി. ചമ്മല എല്ലാവർക്കും ഉണ്ട്. രാജു എന്തിനാ ഇന്നലെ രാത്രി പുറത്തിറങ്ങി ആ നിലാവത്ത് പോയി നിന്നത്? അത് ഉറക്കം വന്നില്ല. അതെന്താ ഉറക്കം വരാത്തെ? അതെന്താന്ന് എനിക്കറിയില്ല. അതെന്താണെന്ന് എനിക്കും അറിയാം, രാജുവിനും അറിയാം. പക്ഷേ രാജു പറയില്ല. ഇതാ നമ്മള് തമ്മില് ഈ വഴക്കുണ്ടാവുന്ന. പറയ് രാജു. രാജുവിനെന്താ ഓർക്കം വരാതിരുന്ന്? എന്റെ ഋതുമോളെ പിരിഞ്ഞിരുന്നോ എനിക്ക് ഉറക്കം വരുവോ? ഇത് കേൾക്കാനല്ലേ രാജു ഞാൻ കാത്തിരുന്നത്. ഇതല്ലേ പ്രണയം? അവൻ കറണ്ട് പിടിപ്പിക്കുമെന്നല്ലേ പറഞ്ഞത്? മുറിക്ക് ചുറ്റും കറണ്ട് ഉണ്ടോന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഒളിച്ചു നോക്കാം. ഇനി ഒരിക്കലും ഞാൻ രാജുവിനെ വിട്ട് മാറിയിരിക്കില്ല. ഞാനും. എനിക്ക് എന്റെ ഋതികയെ പിരിഞ്ഞ് ഒരിടത്തേക്ക് മാറാനൊക്കില്ല. ദൈവമേ, കറണ്ട് ഓടിയേക്കാം. ഇത് അംബികയെ അറിയിക്കണോ? അറിയിക്കണമല്ലോ. അറിയിക്കണോന്നാണല്ലോ അംബിക പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഫണ്ടും കിട്ടുമല്ലോ. പറഞ്ഞേക്കാം. ഇനി എന്നാ നമ്മുടെ അടുത്ത പിണക്കം? ഇനി നമ്മള് പിണങ്ങേയില്ല. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. പിണങ്ങേ പറ്റൂ. ഇല്ലെങ്കിലേ ലൈഫിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അടിയൊക്കെ ഉണ്ടാക്കണം. കഴിഞ്ഞ പിണക്കത്തിന് കാരണമായ ആ ലെറ്റർ എഴുതിയത് അളിയന്റെ അമ്മ തന്നെ ആയിരിക്കും. അതിനുള്ള വിദ്യാഭ്യാസവും വിവരമൊന്നും അവർക്കില്ല. അയ്യോ, ഞാൻ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാൻ മറന്നുപോയി. എന്താ രാജു? ഋതു പിണങ്ങി മാറിയ തക്കതിന് ആ ദീപക് നിന്റെ ഓഫീസിന്റെ ഇൻചാർജ് ഏറ്റെടുത്തു. അതെങ്ങനെ? പറയാം. നീ മകളെ പോലെ ലാളിച്ചു വളർത്തിയവൾ നിന്നെ ആട്ടിവിട്ട് അവളുടെ പാട്ടിന് പോയി. നിന്റെ രക്തബന്ധം ഉള്ളവൻ അന്നും ഇന്നും നിന്റെ കൂടെ തന്നെയുണ്ട്. നിന്റെ ഈ അനന്തരവൻ മകളായിരുന്നവൾ ഇട്ടേച്ചു പോയ പദവികളൊക്കെ നീ ഇനി ഇവനെ ഏൽപ്പിക്കണം. പല അവസരങ്ങളും തന്നിട്ടും അതൊക്കെ നശിപ്പിച്ചു കളഞ്ഞ നിനക്ക് ഒരവസരം കൂടി തരാമെന്ന് കരുതി. ഒരു കാര്യം ഞാൻ അവസാനമായിട്ട് പറയുക. എന്റെ ചേച്ചി ഓർത്ത് മാത്രമാ നിന്നെ എന്റെ സ്ഥാപനങ്ങളുടെ
താക്കോൽ സ്ഥാനത്ത് ഇരുത്തുന്നത്. എന്റെ ഓഫീസിൽ ആ മണ്ടനോ? അതെ, അവൻ അവസരം കിട്ടിയപ്പോ മുതലെടുത്തതാ. അമ്മയും മകനും കൂടി പ്ലാൻ ചെയ്തതാ. ഋതിക ഒന്ന് അയഞ്ഞു കൊടുത്ത അവൻ ഓഫീസിൽ വെറുതെ പിടിമുറുക്കും, പിന്നെ അടിച്ച് പുറത്താക്കേണ്ടി വരും. ഞാൻ അച്ഛന്റെ ബിസിനസ് കാര്യങ്ങളിലൊന്നും ഇടപെടാതെ എന്റെ സൂര്യമംഗലം സ്ഥാപനങ്ങളില്ലേ, അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോവാ. അതായിക്കോ, പക്ഷെ ഇത് വിട്ടുകളയരുത്. അച്ഛന്റെ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളുടെയും ഏക അവകാശി ഋതിക. അതിന് ഋതിക ഓഫീസിൽ വരണം, സജീവാവണം. ഞാൻ ഉപേക്ഷിച്ചു പോകുന്നതല്ലേ രാജു? അങ്ങനെയെങ്ങും ഉപേക്ഷിക്കാൻ പറ്റുമോ? ഋതു വരണം. എനിക്ക് ആ വൃത്തിയോട്ടവന്റെ കാര്യം എപ്പോഴും ശ്രദ്ധിക്കാൻ സമയം കിട്ടണമെന്നില്ല. അതുകൊണ്ട് മാഡം വന്നേ പറ്റൂ. മാഡോ? അയ്യോ, സോറി. ഈ സീരിയസ് മാറ്റർ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേ ഈ മാഡം വിളി അറിയാതെ വന്നതാ. അല്ലാത്ത സമയത്തോ? അല്ലാത്ത സമയത്ത് പ്രേമം. എന്റെ ഋതുക്കുട്ടി. അയ്യോ, വാതിൽ തുറന്നിട്ടിട്ട രാജുന്റെ ഒരു റൊമാൻസ്. ഇതാണ് നട്ടുച്ച നേരത്തെ പ്രണയം. തീ പിടിച്ച പ്രണയമൊന്നും പറയാം. വർമ്മ സാറിന് വലിയ തിരക്കുണ്ട്, സമ്മതിച്ചു. സംസ്ഥാനത്ത് ഒരു വലിയ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിക്ക് തിരക്കുണ്ടായില്ലെങ്കിലേ അതിശയുള്ളൂ. പക്ഷേ സംസ്ഥാന ഭരണവും ജോലി തിരക്കുമായിട്ട് നടന്നാൽ ആളുണ്ടാവില്ല. ആളാരോഗ്യമായിട്ടിരുന്ന മാത്രമല്ലേ ജോലി ചെയ്യാൻ പറ്റൂ. ഡോക്ടർ പറയുന്നത് ഞാനും അംഗീകരിക്കുന്നു. ഞാൻ പറയുന്ന കാര്യങ്ങള് സാർ അംഗീകരിക്കുമെങ്കിൽ ഇനി മുതൽ ഞാൻ പറയുന്നത് പോലെ തന്നെ പ്രവർത്തിക്കണം. ശരി, ഡോക്ടർ പറയൂ. There should be no tension during this treatment. മരുന്നുകൾ കഴിക്കുമ്പോൾ മനസ്സ് സന്തോഷമായിട്ടിരിക്കണം. കുറച്ചു നാളത്തേക്കെങ്കിലും സാറിന് നല്ല റെസ്റ്റ് കൂടിയേ പറ്റൂ. സാറിനെ പോലുള്ള ഭരണാധികാരികളെ ഈ നാടിന് ആവശ്യമാണ്. ആ സ്നേഹം കൊണ്ട് മാത്രം പറയുന്നതാ. സാർ ദയവായിട്ട് ഇത് കേൾക്കണം. ഡോക്ടർ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ട്രീറ്റ്മെന്റ് എനിക്കല്ലേ ഡോക്ടർ, ഞാനല്ലേ ഡോക്ടറോട് അപേക്ഷിക്കേണ്ടത്. സാറിന്റെ രോഗത്തെ ഒട്ടും സീരിയസ് ആയിട്ട് കാണുന്നില്ല. അതാ ഞാൻ പറയുന്നത്. സാറിന് എനിക്ക് വ്യക്തിപരമായിട്ട് വലിയ ഇഷ്ടമാ. റിക്വസ്റ്റ് ചെയ്യുമ്പോ അതുകൂടി ഉണ്ടെന്ന് കരുതിക്കോളൂ. എന്റെ ജോലി തിരക്കുകൾ ദിനം പ്രതി ഒന്നിനൊന്നിന് കൂടുകയാണ് ഡോക്ടർ. അകലേ നോവിനാലേ